പല ബിലീഫ് സിസ്റ്റങ്ങളെയും പല നോളജിനെയും പല ജീവിത രീതികളെയും നിലപാടുകളെയും ഒക്കെ തകർത്തെറിയുമ്പോൾ നമ്മുടെ ചുറ്റും നമ്മളെ ഇന്നുവരെ അങ്ങനെ കണ്ടിരുന്ന ആൾക്കാർ ഇന്നു മുതൽ ഇങ്ങനെ കാണുവാൻ പെട്ടെന്ന് അവർക്ക് പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ ചുറ്റുഭാഗത്തിൽ നിന്നും നമ്മൾക്ക് ശക്തമായ വിമർശനങ്ങളും പ്രതികരണങ്ങളും ഉണ്ടാകും എന്നുള്ളതൊരു സത്യമാണ്. അവരുടെ വാക്കുകൾക്ക് വലിയ വില കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇമോഷണൽ മൈൻഡിൻ്റെ കൺട്രോള് ജീവിതത്തിൽ നിന്ന് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻ്റലക്ച്വൽ ബ്രെയിനിനെ നമ്മൾ ബൂസ്റ്റ് ചെയ്യണം. ഇൻ്റലക്റ്റിനെ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ധാരാളം വായിക്കണം, പഠിക്കണം, അല്ലെങ്കിൽ യാത്രകൾ ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഇമോഷണൽ ബ്രെയിനിൻ്റെ ഡോമിനൻസിയെ കുറയ്ക്കുക. നമ്മളൊരു കാര്യത്തിൽ അറ്റാച്ച്ഡ് ആയിരിക്കുന്ന സമയത്ത് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. അറ്റാച്ച്ഡ് ആണെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം എന്നറിയുമോ? നിങ്ങളുടെ മനസ്സ് ഒരുപാട് അറകളുള്ള ഒരു പ്രദേശമാണെന്ന് വിചാരിക്കുക. ഒരു വലിയ ഷെൽഫാണ് നിങ്ങളുടെ മനസ്സ്. നിങ്ങളുടെ മനസ്സ് വലിയൊരു ഷെൽഫാണ്. ഈ ഷെൽഫിൽ ഒരുപാട് അറകളുണ്ട്. ഇതിൽ ഒരു വ്യക്തിയിലേക്ക് മാത്രം നമ്മളുടെ മനസ്സ് വളരെയധികം ഏകാഗ്രമായി പോയി, ആ വ്യക്തിയിൽ തന്നെ അറ്റാച്ച്ഡ് ആയി പോയെങ്കിൽ നമ്മുടെ മനസ്സിനകത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് അറിയുമോ? ഈ അറകളുടെ ഇടയിലുള്ള പ്ലൈവുഡുകളൊക്കെ എടുത്തു കളഞ്ഞിട്ട് വലിയ ഒരറ ഉണ്ടാക്കുന്നു അവിടെ. എന്നിട്ട് ആ ഒരു വലിയ അറയിൽ ഈ വ്യക്തിയെ കൊണ്ടുപോയി നമ്മൾ പ്രതിഷ്ഠിക്കുന്നു. അപ്പോൾ മനസ്സിനകത്ത് മറ്റ് അറകളൊക്കെ വളരെയധികം കുറഞ്ഞു പോവുകയും ഒരു വ്യക്തിക്ക് വേണ്ടി നമ്മുടെ മനസ്സിനകത്ത് വലിയൊരു അറ ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ ഉണ്ടാക്കിയതിനെ ഇല്ലാതെയാക്കുവാനുള്ള ഒരു ബട്ടൺ നമ്മുടെ ബ്രെയിനിൽ ഇല്ല, ഡിലീറ്റ് ബട്ടൺ ഇല്ല. നാളെ മുതൽ എനിക്ക് അറ്റാച്ച്മെന്റ് ഉണ്ടായിരിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓഫ് ചെയ്ത് വെക്കുവാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. നമ്മൾ ചെയ്യേണ്ടത് ഒരാളിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആകണമെന്നുണ്ടെങ്കിൽ പുതിയ പല കാര്യങ്ങൾക്കും ഒക്യുപ്പൈ ചെയ്യുവാനുള്ള അവസരം കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. നമ്മൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതം തന്നെ ആപത്തിലാകും എന്ന ബോധമുള്ളത് കൊണ്ട് നമ്മൾ ക്ഷമിക്കുന്നുവെങ്കിൽ ആ ക്ഷമയുടെ പേര് ക്ഷമ എന്നല്ല, അതിൻ്റെ പേര് നിവൃത്തികേട് എന്നാണ്. നിങ്ങൾ നിവൃത്തികേട് കൊണ്ട് ക്ഷമിക്കുകയാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക തന്നെ വേണ്ടി വരും. കാരണം എന്താ? നിങ്ങൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി പ്രശ്നം ഉണ്ടാക്കും. അപ്പം നിങ്ങളുടെ ജീവിതം അവതാളത്തിലാകുമെന്ന ബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം സെൽഫ് സ്റ്റാൻഡ് അല്ല, സെൽഫ് സഫീഷ്യൻ്റ് അല്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയെങ്കിൽ നിങ്ങൾ ആദ്യം സെൽഫ് സഫീഷ്യൻ്റ് ആവാൻ നോക്കണം, അതിനുശേഷം പ്രതികരിക്കാൻ പറ്റും. ഒരാളെ അയാളായി സ്വീകരിക്കുക എന്ന് പറയുന്ന ഒരു ഹൈ ലെവൽ വാല്യൂ ആണ്. അതായത് ഈ ലോകത്തിൽ എല്ലാ മനുഷ്യർക്കും അവരുടേതായ ഒരു ജെനറ്റിക്സ് ഉണ്ട്, അവരുടേതായ വളർന്നു വന്ന ഒരു പാറ്റേൺ ഉണ്ട്, അവർ പഠിച്ചെടുത്ത കുറെ അറിവുകളുണ്ട്, അവർ ആചരിച്ചു വന്ന കുറെ ബിലീഫ് സിസ്റ്റംസ് ഉണ്ട്. ഇതെല്ലാം ആ വ്യക്തിയുടെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതം പകുതിയായ കാലഘട്ടത്തിൽ കയറി വന്ന ഒരാൾക്ക് തിരുത്താൻ പറ്റില്ല. അയാൾ വിചാരിച്ചാൽ തിരുത്താൻ പറ്റും, പക്ഷെ നമുക്ക് അതൊന്നും തിരുത്താൻ പറ്റില്ല. അപ്പോൾ ആ വ്യക്തി അങ്ങനെയാണ്, അതാണ് ആ വ്യക്തിയുടെ രീതി എന്ന് മനസ്സിലാക്കി. ഈ ലോകത്ത് 800 കോടി ജനങ്ങളുണ്ടെങ്കിൽ 800 കോടി ജനങ്ങൾക്കും 800 കോടി രീതികളുണ്ട്. ബുദ്ധിമുട്ട് അനുഭവിക്കുവാൻ താല്പര്യമുള്ളവർക്ക് മാത്രമേ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ പറ്റൂ. കംഫർട്ട് സോൺ ബ്രേക്കിംഗ് എന്ന് പറയുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ്, കഷ്ടപ്പാടുള്ള പരിപാടിയാണ്. ആ കഷ്ടപ്പാട് ഏറ്റെടുക്കുവാൻ, ആ സംഘർഷം ഏറ്റെടുക്കുവാൻ തയ്യാറുള്ളവർക്ക് മാത്രമേ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ പറ്റൂ.